ഫ്ലോറന്റീനോ പെരസ് ഇതെന്ത് ഭാവിച്ചാണ്? സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് പ്രതിഭകളുടെ പ്രവാഹമാണിപ്പോൾ. ഹോസെ മോറിഞ്ഞോക്ക് ആ കൂടാരത്തെ വീണ്ടെടുക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരുക്കമാണ് പെരസ്. ഡംഫ്രീസ്, കൊനാട്ടെ, കുക്കുറയ്യ, സിൽവ, ഇപ്പോൾ കാർലോസ് എസ്പിയും. ഡിയോമെന്റെയുടെയും റോഡ്രിയുടെയും ട്രാൻസ്ഫറിനായുള്ള ശ്രമങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നു. തീർന്നിട്ടില്ല. ബസ്റ്റോണി അടക്കം മറ്റു പല വമ്പൻ പേരുകളും ലോസ് ബ്ലാങ്കോസിന്റെ റഡാറിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലാ ഫാബ്രിക്കയുടെ സന്താനമായ ഗോൺസാലോ ഗാർസിയെ റയൽ ഫുൾഹാമിന് വിറ്റത്. 40 മില്യൺ യൂറോക്കാണ് ആ സൈനിങ് പൂർത്തിയായത്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നീട് മുമ്പേ ലവാന്റയിൽ നിന്ന് 21-കാരൻ കാർലോസ് എസ്പിയെ 25 മില്യൺ റിലീസ് ക്ലോസ് നൽകി തട്ടകത്തിലെത്തിക്കുന്നു. കഴിഞ്ഞ തവണ ലാലിഗയിലെ യങ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാര ജേതാവാണ് സ്പാനിഷുകാരൻ കൂടിയായ എസ്ബി. ലെയ്പ്സിഗിൽ നിന്ന് റയൽ തട്ടകത്തിലെത്തിക്കാൻ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന 19-കാരൻ വിങ്ങർ യാൻ ഡിയോമന്റെ പോയ സീസണിൽ ബുണ്ടസ്ലീഗയിലെ മികച്ച യുവതാരമായിരുന്നു എന്നോർക്കണം. വിനീഷ്യസ് ടീമിൽ തുടരുമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് ഉറച്ചു വിശ്വസിക്കുന്നത്. താരവുമായുള്ള കരാർ പുതുക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടന്നു വരികയാണ്. റോഡ്രി ഡീൽ കൂടി സാധ്യമായാൽ ഹോസെ മോറിഞ്ഞോയുടെ ആവനാടി പ്രതിഭകളെ കൊണ്ട് സമ്പന്നമാകും. ലവാന്റയുടെ യൂത്ത് സെറ്റപ്പിൽ നിന്ന് കളിപടിച്ചെത്തിയ കാർലോസ് എസ്പി 2 വർഷം മുമ്പ് 2024 പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 11 ഗോളുകളാണ് ലാലിഗയിൽ പോയ സീസണിൽ ലവാന്റെ ജേഴ്സിയിൽ താരം കുറിച്ചത്. സീസണിൽ ലവാന്റയുടെ ടോപ്പ് സ്കോറർ ആയിരുന്നു എസ്പി. 6 അടി 4 ഇഞ്ചുകാരനായ താരം റയൽ മുന്നേറ്റത്തിലേക്ക് ഒരു മികച്ച ആഡിംഗ് ആവും. പ്രത്യേകിച്ച് ഏരിയൽ ബോളുകൾ നന്നായി കളിക്കാനാകുന്ന ഉയരക്കാരനായ ഒരു കളിക്കാരൻ റയൽ നിരയിൽ അനിവാര്യതയായിരുന്നു. ലവാന്റയുടെ ചരിത്രത്തിൽ ഒരു അക്കാദമി താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് 25 മില്യൺ യൂറോ. ടീമിന്റെ യൂത്ത് സെറ്റപ്പിൽ ചേർന്ന് വെറും 4 വർഷം കൊണ്ടാണ് എസ്പിയുടെ ഈ അതിശയിപ്പിക്കുന്ന വളർച്ച. ബോക്സിൽ ഏറെ അപകടകാരിയായ താരം എംബാപ്പയ്ക്ക് ഒരു മികച്ച ബാക്കപ്പ് ഓപ്ഷൻ ആയിരിക്കും. മോറിഞ്ഞോയുടെ ആവശ്യപ്രകാരമാണ് എസ്പിയുടെ സൈനിങ് എന്നാണ് റിപ്പോർട്ട്. സോ ഹോസെ ചോദിക്കുന്നത് എന്തും നൽകാൻ താൻ ഒരുക്കമാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു പെരസ്. ഗോൺസാലോ ഗാർസിയ പോയ സീസൺ ആരംഭിക്കും മുമ്പ് തന്നെ റയൽ വിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ക്ലബ് വേൾഡ് കപ്പിലെ മിന്നും ഫോം ടീമിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കുമെന്ന് കരുതി. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. കുറഞ്ഞ പ്ലേയിങ് ടൈമാണ് താരത്തിന് ലഭിച്ചത്. എംബാപ്പയോടൊക്കെ മത്സരിക്കൽ അത്ര ചില്ലറപ്പണിയല്ലോ. പോയ സീസണിൽ 952 മിനിറ്റ് കളിച്ച താരം 6 തവണയാണ് റയലിനായി വടകുടിക്കിയത്. ഇക്കുറി ഫുൾഹാമിന്റെ പരിശീലക വേഷമണിഞ്ഞ അൽവാരോ അർബലോവയാണ് ഈ നീക്കത്തിന് പിന്നിൽ ചരട് വലിച്ചത്. മുൻ റയൽ മാഡ്രിഡ് താരവും പരിശീലകനുമൊക്കെയായിരുന്ന അർബലോവക്ക് അക്കാദമി കാലം തൊട്ടേ ഗാർസിയെ നന്നായി അറിയാം. റയലിനെ സംബന്ധിച്ച് ഗാർസിയുടെ 40 മില്യൺ ഡീൽ ഒരു ലാഭക്കച്ചവടമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ 25 മില്യണ് പകരമെത്തിച്ച എസ്പിയുടെ ട്രാൻസ്ഫറും അങ്ങനെ തന്നെ. സാധാരണഗതിയിൽ സ്പാനിഷ് മണ്ണിൽ ലാമാസിയ ചർച്ചകളിൽ ഇടം പിടിക്കുമ്പോഴൊന്നും ലാ ഫാബ്രിക്ക അങ്ങനെ ഡിസ്കഷനുകളിൽ നിറയുന്നത് കണ്ടിട്ടില്ല. എന്നാൽ ഇക്കുറി ലാ ഫാബ്രിക്ക ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കാണ്. ഒരു വശത്ത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോടികൾ വാരിയെറിഞ്ഞ് വൻ തോക്കുകളെ തട്ടകത്തിലെത്തിക്കുന്ന സമയത്ത് തന്നെ റയൽ മറുവശത്ത് ലാ ഫാബ്രിക്കയിൽ നിന്ന് കളിപടിച്ചവരെ വൻ തുകക്ക് വിറ്റഴിക്കുന്നുമുണ്ട്. 196 മില്യൺ യൂറോയാണ് റയൽ ഇക്കുറി അങ്ങനെ അക്കൗണ്ടിലാക്കിയത്. സെയിൽസിലൂടെയും സെല്ലോൺ ക്ലോസിലൂടെയും ഒക്കെയായി കോടികളാണ് ഇക്കുറി പെരസ് വാരിയത്. ഗോൺസാലോ ഗാർസിയാണ് അക്കൂട്ടത്തിലെ അവസാന കണ്ണി. നിക്കോപാസ് ഗാർസിയ ഡീലുകളിൽ നിന്ന് മാത്രം 100 മില്യൺ റയൽ കീശയിലാക്കി. 7 താരങ്ങൾക്ക് 10 മില്യൺ യൂറോയിലേറെ തുക ലഭിച്ചു. ഇതിൽ പലരുടെയും ഭാവി കൂടുമാറ്റങ്ങളിലും സെല്ലോൺ ക്ലോസിൽ റയലിന്റെ അക്കൗണ്ടിൽ പണമെത്തും. അർജന്റീൻ താരം ഫ്രാങ്കോ മസ്റ്റന്റിനോ റയലിൽ നിന്നൊരു ലോൺ മൂവിനായി ഒരുങ്ങി നിൽക്കുകയാണ്. ഇറ്റലിയിൽ നിന്നടക്കം പല ക്ലബ്ബുകളും താരത്തിനായി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. റൗൾ അസെൻസിയോയെ വിറ്റ് മറ്റൊരു സെന്റർ ബാക്കിനായുള്ള ശ്രമത്തിനൊരുങ്ങുകയായിരുന്നു റയൽ. ഇന്ററിൽ നിന്ന് ബസ്റ്റോണിയെ കൂടാരത്തിലെത്തിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനിടെയാണ് അസെൻസിയോക്ക് പരിക്കെന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ ബസ്റ്റോണിക്കായുള്ള നീക്കം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന മട്ടിലാണ്. റോഡ്രിക്കായി 80 മില്യൺ ഒക്കെയാണ് സിറ്റി ചോദിക്കുന്നത്. 30ലേക്ക് കടക്കുന്നൊരു താരത്തിനായി റയൽ അത്രയും തുക മുടക്കുമോ എന്ന് കണ്ടറിയണം. ഇരു ടീമുകൾക്കുമിടയിൽ നെഗോസിയേഷനുകൾ നടക്കുന്നുണ്ട്. റോഡ്രിക്കായി 50 മുതൽ 60 മില്യൺ യൂറോ വരെ മുടക്കാൻ റയൽ തയ്യാറാണ്. വിനീഷ്യസ് ജൂനിയറുമായുള്ള കരാർ പുതുക്കാനുള്ള ശ്രമങ്ങൾ റയൽ തുടരുകയാണ്. ആഴ്സണൽ വിനിക്കായുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. വിശ്വസനീയ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. റയൽ വിനിക്ക് മുന്നിൽ പുതിയൊരു ഓഫർ വച്ചിട്ടുണ്ട്. വിനി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കരാർ പുതുക്കുമോ? അതിന് സന്നദ്ധമായില്ലെങ്കിൽ താരം 2027 ഫ്രീ ഏജന്റ് ആകും. റയലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നഷ്ടക്കച്ചവടമാകും. ഡിയോമന്റെക്കായുള്ള നീക്കം ലാസ്റ്റ് സ്റ്റേജിലാണ്. 120 മില്യൺ യൂറോയാണ് താരത്തിനായി ലെയ്പ്സിഗ് ചോദിക്കുന്നത്. റയൽ അത് നൽകാൻ ഒരുക്കവുമാണ്. പോയ സീസണിൽ ബുണ്ടസ്ലീഗയിലെ മികച്ച യുവതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡിയോമന്റെ ആയിരുന്നു. ലോകകപ്പിൽ ഐവറി കോസ്റ്റിന്റെയിലും മിന്നും പ്രകടനങ്ങളാണ് താരം പുറത്തെടുത്തത്.
റൈറ്റ് വിങ്ങിൽ ഡിയോമൻ്റെ റയലിൽ ഒരു മികച്ച ഓപ്ഷനാകും. 33 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളും 8 അസിസ്റ്റുമാണ് ഡിയോമൻ്റെ പോയ സീസണിൽ കുറിച്ചത്. നേരത്തെ മൈക്കിൾ ഒലിസേക്കായും റയൽ നീക്കം നടത്തിയിരുന്നു. എന്നാൽ ബയേൺ ഒലിസയെ വിട്ടു നൽകാൻ ഒരുക്കമല്ലായിരുന്നു. അതിനാൽ തന്നെ ആ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞു. 2 സീസൺ ഒടിഞ്ഞു കിടന്ന സാന്റിയാഗോ ബെർണബ്യൂ ഷെൽഫിലേക്ക് വസന്തകാലങ്ങളെ തിരികെ കൊണ്ടുവരുമോ മോറിഞ്ഞോ?